ലാലേട്ടൻ്റെ കുറേ നാൾ ചീത്ത വിളി കേൾക്കില്ലല്ലോ ആരും. അതിന് ഭയങ്കര സന്തോഷം. സൂപ്പറായിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞു. ആ ഓഫീസറേയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ആയിട്ടുണ്ട് പഴയ ഒരു ഓർമ്മകളൊക്കെ. എല്ലാം സൂപ്പർ, ഡയറക്ഷൻ സൂപ്പർ. തരുൺ മൂർത്തിയുടെ ശ്രദ്ധിച്ച ലാലേട്ടൻ ശ്രദ്ധിച്ചിരുന്നത് മൊത്തം സ്റ്റോറിയിൽ ലയിച്ച് നമ്മൾ ഇരുന്ന് പോകും. ജോർജായിട്ട് അഭിനയിച്ച ആൾ. പിന്നെ നമ്മളെ പപ്പുവിൻ്റെ മോൻ, പുള്ളിയുടെ മോനും എല്ലാവരും നല്ല സൂപ്പറായിട്ടുണ്ട്. ത്രില്ലിങ്ങും ക്ലാസിങ്ങും ഫാമിലിയും കണക്ഷനും എല്ലാം ഉള്ളത് തന്നെ. ടെറർ പടം ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും. ത്രില്ലറാണ്, കിടിലം പടം. മ്യൂസിക്കൊക്കെയാണ് എടുത്തു പറയേണ്ട. മ്യൂസിക്കൊക്കെ കിടിലം. സത്യം പറഞ്ഞാൽ മമ്മൂട്ടി തിരിച്ചു വന്നു, മോഹൻലാലിന് തിരിച്ചു വന്നു, മോഹൻലാലിനെ തുടരും. കുറേ കാലത്തിന് ശേഷം കണ്ട ഒരു നല്ലൊരു സിനിമ. നന്നായിട്ടുണ്ട്, നല്ലോണം ഇഷ്ടപ്പെട്ടു. മോഹൻലാലിൻ്റെ അഭിനയം നല്ലോണം. മോഹൻലാലും ശോഭനയും എല്ലാവരും കൊള്ളാം. നല്ല അഭിനയം. ഇത്രയും നാളിന് ശേഷം കണ്ട നല്ലൊരു പടം. നല്ല സിനിമ. എടുത്തു പറയുന്നത് മോഹൻലാലിൻ്റെ അഭിനയം. കുറേ നാളായി മോഹൻലാലിനെ ഇങ്ങനെ നാച്ചുറലായിട്ട് കണ്ടിട്ട്, അതുകൊണ്ട് സന്തോഷം. തരുൺ മൂർത്തിക്ക് ഒരു താങ്ക്സ്. മോഹൻലാലിൻ്റെ അഭിനയം ഭയങ്കരമാണ്. നല്ല നല്ല മോഹൻലാൽ സൂപ്പറാണ് അതിൽ. പെർഫോമൻസ് തന്നെയാണ്. നല്ല പടം, നന്നായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഒരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ നല്ല അടിപൊളി പടം, സൂപ്പർ പടം. നല്ല ഫാമിലി സ്റ്റോറിയാണ്, നല്ല ത്രില്ലറുമാണ്. അടിപൊളി പടം, നല്ല അടിപൊളിയായിരിക്കുന്നു. എടുത്തു പറയുന്ന പകുതി ആവശ്യം സൂപ്പറായിരിക്കുന്നത്. രണ്ടും കൂടെ ഉണ്ട്. മാസാണ്, ക്ലാസ്സാണ്, രണ്ടും അടിപൊളി പടം. നല്ലായിരുന്നു. ലാലേട്ടൻ്റെ തിരിച്ചുവരവ്. ഇപ്പത്തിലൊക്കെ മാതിരി ഒരു ഫൈറ്റൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ലതായിട്ട് പുള്ളി ആ പഴയ ലാലേട്ടനെ കിട്ടി. മോഹൻലാലിൻ്റെ പുതിയതൊന്നും അല്ല, പഴയ സംഭവം തിരിച്ചു വന്നിട്ടുണ്ട്. ശരിയില്ല, സിനിമാറ്റോഗ്രാഫി ഒരു പറയാനൊന്നുമില്ല ബ്രോ, പോയി കണ്ടിട്ട് വാ. പ്രൊമോഷൻ ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ അതിന് ഡ്രോബാക്ക് ഉണ്ട്. പക്ഷേ നല്ല അടിപൊളി പടം, വെർത്താണ് വാച്ച്. അനിമേഷൻ ലെവൽ സെറ്റാണ്, സ്റ്റോറി ബേസും നല്ലതാണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല, OTT ഇവിടെ റിലീസായിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടാലേ സെക്കൻഡ് പാർട്ട് മനസ്സിലുള്ളൂ. സ്റ്റോറി റിലീസ് ബിൽഡ് ചെയ്ത് തന്നെയാണ്. സെക്കൻഡ് പാർട്ട് ആ സ്റ്റോറിയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണാൻ പറ്റുള്ളൂ. അധികം പബ്ലിസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കാര്യം. അതുകൊണ്ട് ഇവിടെ അങ്ങനെ പ്രൊമോഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആരും അറിയില്ല. പക്ഷേ വെർത്താണ് ഈ സ്റ്റോറി കാണാനൊക്കെ. ഈ ചിൽഡ്രനെ കൊണ്ടുപോയി കാണുക. 3D നല്ലതാണ്, കുട്ടികൾക്കുള്ളതാണിത്.